റിലേഷൻ ആൻഡ് ഫങ്ഷൻ എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാം ഘട്ട ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേഷൻ എന്താണെന്ന് പഠിച്ചു. ഇന്ന് നമ്മളെ ഇക്വലൻസ് റിലേഷൻ എന്താണ്, ഇക്വലൻസ് ക്ലാസ് എന്താണ്, പാർട്ടീഷൻ എന്താണ്, ഇവയെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ്, ഇക്വലൻസ് റിലേഷന്, പാർട്ടീഷൻ, ഇക്വലൻസ് ക്ലാസ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. പ്രോബ്ലംസ് എഴുതുന്ന നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പ്രോബ്ലംസ് നിങ്ങൾ ഈ ബോർഡിൽ കിടക്കുന്ന ഈ പ്രോബ്ലംസ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് ഈ പ്രോബ്ലം എഴുതിയെടുക്കാൻ സാധിക്കും. അതിനുശേഷം അത് പോസ്റ്റ് ചെയ്ത് കൊണ്ട് നിങ്ങൾക്ക് പ്രോബ്ലം എഴുതിയെടുക്കുകയും പിന്നെ ആൻസർ ഞാൻ അവിടെ എഴുതുമ്പോൾ അതും പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫൈനൽ ആൻസർ എഴുതിയെടുക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എ സെറ്റ് 1 2 3 4. അതിന് 4 സബ്ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യന് റൈറ്റ് എ റിലേഷൻ ഓൺ എ വിച്ച് ഈസ് റിഫ്ലക്സീവ് ഓൺലി. റൈറ്റ് എ റിലേഷൻ ഓൺ എ which is reflexive and symmetric but not transitive. Write a relation on A which is transitive only. Write the smallest equivalence relation that can define on A. 4 പാർട്സ് ആണുള്ളത്. നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ആദ്യം എ പാർട്ട് എടുക്കാം. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് എ റിലേഷൻ ഓൺ എ വിച്ച് ഈസ് റിഫ്ലക്സീവ് ഒളി. എന്നാ റിഫ്ലക്സീവ് ഒളി എന്ന് പറഞ്ഞാൽ അത് സിമെട്രിക്കും ആകാൻ പാടില്ല, ട്രാൻസിറ്റീവ് ആകാൻ പാടില്ല, റിഫ്ലക്സീവ് ആയിരിക്കണം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന എ പാർട്ട് ഇതാണ്. സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് 1 2 3 4 ആണ്. അപ്പോൾ ഇത് റിഫ്ലക്സീവ് ആകണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് സെറ്റ് 1 1 എടുക്കാം, 2 2 every element is related to itself, 3 3 4 4. ഇത് റിഫ്ലക്സീവ് റിലേഷൻ. പക്ഷെ ഇത് ഒരു ഐഡന്റിറ്റി റിലേഷൻ അല്ലേ. ഇത് ഐഡന്റിറ്റി റിലേഷൻ ആയതുകൊണ്ട് ഇത് സിമെട്രിക്കുമാണ്, ട്രാൻസിറ്റീവുമാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റിഫ്ലക്സീവ് ഉള്ളി എന്നാണ്. അതുകൊണ്ട് സിമെട്രിക്കും ആകാൻ പാടില്ല, ട്രാൻസിറ്റീവ് ആകാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഒരു എലമെന്റ് കൂടെ അങ്ങനെ എഴുതി ചേർക്കാമെന്ന് വിചാരിച്ചു. 1 2. അപ്പോൾ ഈ റിലേഷൻ റിഫ്ലക്സീവ് തന്നെയാണ്. 1 1 2 2 3 3 4 ഉള്ളത് കൊണ്ട് അത് റിഫ്ലക്സീവ് റിലേഷൻ തന്നെയാണ്. പിന്നെ 1 2 ഉണ്ട്, 2 1 ഇല്ല. 1 2 ഉണ്ട്, 2 1 ഇല്ല. അതുകൊണ്ട് ഇവിടെ 2 1 ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്താ പറയാ, നോട്ട് സിമെട്രിക് എന്ന് പറയാം. അപ്പൊ സിമെട്രിക് അല്ല. ഇനി ട്രാൻസിറ്റീവ് ആണോ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ 1 അവസാനിക്കുന്നതും 1 തുടങ്ങുന്നതുമായ എലമെന്റ്സ് നമുക്ക് നോക്കാം. 1 1 അങ്ങേറ്റത് 1 2 ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 2 ഇവിടെ ഉണ്ടോ നോക്കാം. 1 2 ഇവിടെ ഉണ്ട്. ഇതാണ് 1 2 ഇവിടെ ഉണ്ട്. പിന്നെ 2 അവസാനിക്കുന്ന 2 തുടങ്ങുന്നതുമായിട്ട് നമുക്ക് എടുക്കാം. 1 2 ഉണ്ട്, 2 2 ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 2 വരണം. ആ 1 2 ഇവിടെ. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു ട്രാൻസിറ്റീവ് റിലേഷനാണ്. ഇതൊരു ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ ഇത് നോട്ട് സിമെട്രിക് ആണ്, പക്ഷെ ട്രാൻസിറ്റീവ് ആയി. പക്ഷെ നമുക്ക് എന്താണ് വേണ്ടത്? ട്രാൻസിറ്റീവ് ആകാൻ പാടില്ല. അപ്പൊ ഞാൻ ഒരു എലമെന്റ് കൂടെ ഒന്ന് എഴുതി ചേർക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ 2 3 എന്ന് പറയുന്ന ഒരു എലമെന്റ് കൂടെ ഒന്ന് ചേർക്കാം. അപ്പൊ ഞാനിവിടെ 2 3 കൂടെ എഴുതി ചേർക്കുകയാണ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. റൈറ്റ് എ റിലേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു റിലേഷന് ഒന്നിലധികം റിലേഷൻ കാണും ഉണ്ട്. നമുക്ക് ഒരെണ്ണം എഴുതാൻ എ റിലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഒരെണ്ണം നോക്കാം. അപ്പൊ ഇവിടെ ഞാൻ 2 3 കൂടെ എഴുതി ചേർത്തു എന്ന് പറഞ്ഞാല് 1 2 ഉണ്ട്, 2 3 ഉണ്ട്. അപ്പൊ നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വരും, ഇങ്ങനെ എടുക്കാം. അപ്പൊ 1 3 ഇവിടെ ഇല്ല. ഈ സെറ്റിൽ 1 3 വരുന്നില്ല. അതുകൊണ്ട് എന്താണ്? ട്രാൻസിറ്റീവ് അല്ല, നോട്ട് ട്രാൻസിറ്റീവ്. അപ്പൊ 1 3 കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ എന്താണ്? ഇത് നോട്ട് ട്രാൻസിറ്റീവ് ആണ്. എന്തുകൊണ്ടാണ് ട്രാൻസിറ്റീവ് അല്ലാതെ വന്നത്? 1 2 ഉണ്ട്, 2 3 ഉണ്ട്. ഇവിടെ ഇത് 2.
പക്ഷെ 1 3 ഇല്ല. അതുകൊണ്ട് എന്താണ്? ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ ഇത് റിഫ്ലക്സീവ് റിലേഷൻ ആണ്. ഇത്രയും നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം റിഫ്ലക്സീവ് റിലേഷൻ ആണ്. 1 2 ഉണ്ട്, 2 1 ഇല്ലാത്തതുകൊണ്ട് സിമെട്രിക് അല്ല. 1 2 2 3 ഉണ്ട്, 1 3 ഇല്ലാത്തതുകൊണ്ട് ഇത് ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ നമ്മുടെ ഈ റിലേഷൻ എന്ന് പറയുന്നത് ഒരു റിഫ്ലക്സീവ് റിലേഷൻ ആണ്. ഇറ്റ് ഈസ് സിമെട്രിക്, നോട്ട് സിമെട്രിക് ആൻഡ് നോട്ട് ട്രാൻസിറ്റീവ്. നമുക്ക് ബി പാർട്ട് നോക്കാം. ഫസ്റ്റ് എന്താണെന്ന് നോക്കാം. റൈറ്റ് എ റിലേഷൻ ഓൺ എ വിച്ച് ഈസ് റിഫ്ലക്സീവ് ആൻഡ് സിമെട്രിക്. ഇവിടെ റിഫ്ലക്സീവ് മാത്രമേ ഉള്ളായിരുന്നു. ഇവിടെ രണ്ടാമത് പറഞ്ഞ റിഫ്ലക്സീവ് ആൻഡ് സിമെട്രിക് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിലേഷൻ കണ്ടുപിടിക്കണം എയില്. അത് റിഫ്ലക്സീവ് സിമെട്രിക്കും ആയിരിക്കണം, പക്ഷെ ട്രാൻസിറ്റീവ് ആകണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 എന്ന് പറഞ്ഞ റിലേഷൻ എടുക്കുകയാണ്. 1 1 2 2 3 3 4 4 ഇത്രയുമാണ് റിലേഷനിലെ എലമെന്റ്സ് ആയിട്ട് എടുക്കാമെങ്കിൽ നമുക്കറിയാം ഇത് റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവുമാണ്. കാരണം ഇതൊരു ഐഡന്റിറ്റി റിലേഷൻ ആയതുകൊണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റിഫ്ലക്സീവും സിമെട്രിക്കും ആണ്, പക്ഷെ ട്രാൻസിറ്റീവ് ആകരുത്. പക്ഷെ ഇത് ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഞാനിപ്പോ ഒരു 1 2 എന്ന് പറയുന്ന ഒരു എലമെന്റ് കൂടെ ഞാൻ ഇതിലൂടെ ചേർക്കുകയാണെന്ന് വിചാരിച്ചു. ഈ റിലേഷനിൽ 1 2 കൂടെ ഞാൻ ചേർക്കുക. അപ്പൊ സിമെട്രിക് ആയതുകൊണ്ട്, സിമെട്രിക് ആകണമെന്നുള്ളതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ 2 1 ചേർക്കാതെ പറ്റത്തില്ല. അപ്പോൾ 1 2 ചേർത്താൽ എന്ത് ചേർക്കണം? 2 1 ചേർക്കണം. ഞാനിവിടെ 1 2 എന്ന് പറയുന്ന എലമെന്റ് ചേർക്കാം. ഉടനെ തന്നെ 2 1 ചേർക്കും. ഇനി നോക്കിയത് റിഫ്ലക്സീവ് ആണ്. ഇത്രയും നോക്കുമ്പോൾ നമുക്ക് റിഫ്ലക്സീവ് റിലേഷൻ ആണെന്ന് അറിയാം. പിന്നെ 1 2 2 1 ഉള്ളത് കൊണ്ട് സിമെട്രിക് ആണ്. ഇത് ട്രാൻസിറ്റീവ് ആണോ നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 1 1 2 1 2 ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇത് ട്രാൻസിറ്റീവ് റിലേഷനുമാണ്. പക്ഷെ നമുക്ക് ട്രാൻസിറ്റീവ് ആകാൻ പാടില്ല. അപ്പൊ ഞാൻ ഒരു എലമെന്റ് കൂടെ ഒന്ന് ചേർത്ത് നോക്കാം. 1 3 എന്ന് പറയുന്ന ഒരു എലമെന്റ് കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ 1 3 സിമെട്രിക് ആകണം, റിലേഷൻ സിമെട്രിക് ആകണമെന്നുള്ളതിനാൽ 1 3 ചേർത്താൽ ഉടനെ നമ്മൾ 3 1 ചേർക്കേണ്ടതായിട്ട് വരും. 3 1 ചേർക്കേണ്ടി വരും. അപ്പൊ ഞാനിവിടെ 1 3 3 1 കൂടെ ചേർക്കുക. അതൊക്കെ ഈ റിലേഷൻ നമ്മൾ നോക്കിയാൽ ഇവിടെ വരെ എടുക്കുമ്പോൾ റിഫ്ലക്സീവ് റിലേഷൻ ആണ്, ഉറപ്പാണ്. പിന്നെ 1 2 ഉള്ളതുകൊണ്ട് 2 1 ഉണ്ട്. 1 2 എന്ന് പറയുന്ന എലമെന്റ് അതിന്റെ കൂടെ 2 1 ഉള്ളതുകൊണ്ട്, അതുപോലെ തന്നെ 1 3 ഉണ്ട്, 3 1 ഉണ്ട്. അതുകൊണ്ട് ഇത് സിമെട്രിക് ആണ്. ഇനി നമുക്ക് ഈ ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ 2 1 1 3 എന്താണ് ഒരു എലമെന്റ്, 2 എലമെന്റ്സ് ഉണ്ട്. 2 1 1 3. അപ്പോൾ 2 1 1 3 ഉള്ളത് കൊണ്ട് 2 3 ഉണ്ടോ നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ എവിടെയെങ്കിലും 2 3 കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ 2 3 ഇല്ലാത്തതിനാൽ, 2 3 എന്ന് പറയുന്ന എലിമെന്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നോട്ട് ട്രാൻസിറ്റീവ്. അപ്പോൾ നമ്മുടെ റിലേഷനിൽ ഇപ്പൊ ഏതൊക്കെ എലിമെന്റ്സ് ആണ്? 1 1 2 2 3 3 4 4 1 2 2 1 1 3 3 1. This is a reflexive relation and at the same time it is symmetric but it is not transitive. So this is the required answer. നമുക്ക് സി പാർട്ടിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് എ റിലേഷൻ ഓൺ എ വിച്ച് ഈസ് ട്രാൻസിറ്റീവ് ഓൺലി എന്ന് പറഞ്ഞാൽ അത് റിഫ്ലക്സീവ് ആകാൻ പാടില്ല, സിമെട്രിക് ആകാൻ പാടില്ല, പക്ഷെ ട്രാൻസിറ്റീവ് ആകണം. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനെ നമുക്ക് വലിയ എക്സാമ്പിൾ ഒന്നും എടുക്കണ്ട, ചെറിയൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സെറ്റ് 1 2 ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. ഈ ഒരു റിലേഷൻ റിഫ്ലക്സീവ് റിലേഷൻ ആണോ? കണ്ടപ്പോഴേ മനസ്സിലായി റിഫ്ലക്സീവ് ആണെന്നുണ്ടെങ്കിൽ 1 1 വേണം, 2 2 വേണം, 3 3 വേണം, 4 4 വേണം. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് നോട്ട് റിഫ്ലക്സീവ് ആണ്. പിന്നെ 1 2 ഉണ്ട്, പക്ഷെ 2 1 ഇല്ല. 1 2 ഉണ്ട്, പക്ഷെ 2 1 ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നോട്ട് സിമെട്രിക് എന്ന് പറയാം. പിന്നെ ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എ ബിയും ബി സി
ഉണ്ടെങ്കിൽ എ സി അവിടെ ഉണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെ എ ബിയും ബി സി എടുക്കാൻ എ ബി മാത്രമേ ഉള്ളൂ, ബി സിയെ പറ്റി പറയുന്നേ ഇല്ല. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ആർ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണ്. സോ ആർ സെറ്റ് 1 2 is a relation which is not reflexive, not symmetric, but it is transitive. നമുക്ക് ഡി പാർട്ട് ഒന്ന് നോക്കാം. ഡി പാർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? Write the smallest equivalence relation that can define on it. Write the smallest equivalence relation that can define on it. ഇതാണ് നമ്മുടെ സെറ്റ് എ. അവിടെ ഡിഫൈൻ ചെയ്യാവുന്ന സ്മോൾ ഏറ്റവും ചെറിയ ഇക്വിവലൻസ് റിലേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്, ദ ഐഡന്റിറ്റി റിലേഷൻ ഈസ് ദ സ്മോളസ്റ്റ് റിലേഷൻ ഡിഫൈൻഡ് ഓൺ എ സെറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐഡന്റിറ്റി റിലേഷൻ is the smallest equivalence relation. On any set. അപ്പോൾ ഇവിടെ നമ്മുടെ സെറ്റ് എലമെന്റ്സ് 1 2 3 4 ആണ്. അവിടെയുള്ള ഐഡന്റിറ്റി റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ എന്ന് പറയുന്നത് 1 1 2 2 3 3 4 4. ഇതായിരിക്കും ഒരു ഐഡന്റിറ്റി റിലേഷൻ. ഈ എയിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഐഡന്റിറ്റി റിലേഷൻ ഇതാണ്. സോ ആർ ഇസ് ദ സ്മോളസ്റ്റ് ഇക്വലൻസ് റിലേഷൻ. നമുക്കറിയാം, ഐഡന്റിറ്റി റിലേഷൻ ഈസ് ഓൾവേസ് ആൻ ഇക്വലൻസ് റിലേഷൻ ആണ്. അപ്പം ഇവിടെ ആർ എന്ന് പറയുന്ന ഈ റിലേഷൻ ആയിരിക്കും ഈ സെറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏറ്റവും ചെറിയ ഇക്വലൻസ് റിലേഷൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് കരുതുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ സെറ്റ് എ ബി സി, അതിന് 3 പാർട്ടായിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ സബ് പാർട്ട് 3 ഉണ്ട്. ഫസ്റ്റ് പാർട്ട് ഇതാണ്, റൈറ്റ് ഓൾ ഇക്വലൻസ് റിലേഷൻസ്. റൈറ്റ് ഓൾ ഇക്വലൻസ് റിലേഷൻസ് ഓൺ എ കണ്ടെയ്നിങ് എ ബി ആൻഡ് ബി എ. സെക്കൻഡ് പാർട്ട്, റൈറ്റ് ഓൾ ഇക്വലൻസ് റിലേഷൻസ് ഓൺ എ കണ്ടെയ്നിങ് എ ബി. തേർഡ് പാർട്ട്, ഫൈൻഡ് ദ നമ്പർ ഓഫ് റിലേഷൻസ് containing AB and AC which are reflexive and symmetric but not transitive. നമുക്ക് ഓരോരോ പാർട്ട് എടുക്കാം. ആദ്യം എ പാർട്ട് നോക്കാം. തന്നിരിക്കുന്ന സെറ്റ് എ എന്ന് പറയുന്നത് എ ബി സി ആണ്. എ പാർട്ടിൽ എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഓൾ ഇക്വലൻസ് റിലേഷൻസ് ഓൺ എ കണ്ടെയ്നിങ് എ ബി ആൻഡ് ബി എ. അപ്പൊ ഇക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരു റിലേഷൻ, ഇപ്പൊ R1 എന്ന് പറഞ്ഞ റിലേഷനിലെ റിഫ്ലെക്സീവ് ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എ എ വേണം, ബി ബി വേണം, സി സി വേണം. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് കൂടാതെ ഈ റിലേഷനകത്ത് എ ബിയും ബി എയും വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കതുകൂടെ അങ്ങ് എഴുതി ചേർക്കാം. എ ബി ബി എ. ഇപ്പൊ ഈ R1 എന്ന് പറയുന്ന റിലേഷൻ എല്ലാ ഇക്വലൻസ് റിലേഷൻ എഴുതാനാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ R1 എന്ന് എഴുതിയത്. ഈ R1 എന്ന് പറയുന്നത് ഒരു ഇക്വലൻസ് റിലേഷൻ ആണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ ബി ബി സി സി ഉള്ളത് കൊണ്ട് റിഫ്ലെക്സീവ് ആണ്, എ ബി ഉണ്ട്, ബി ഐ ഉള്ളത് കൊണ്ട് സിമെട്രിക് ആണ്. ഇത് ട്രാൻസിറ്റീവുമാണ്, കാരണം എ ബി ബി എ ഉണ്ടെങ്കിൽ എ ഉണ്ട്. അതുപോലെ മറ്റെടുത്താൽ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും R1 ഈസ് റിഫ്ലെക്സീവ്, symmetric and transitive. Therefore, R1 is an equivalence relation. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്ന റൈറ്റ് ഓൾ ഇക്വലൻസ് റിലേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മറ്റു എല്ലാ ഇക്വലൻസ് റിലേഷനും കൂടെ നമുക്ക് കൊണ്ടുവന്ന് നോക്കാം. അപ്പൊ ഇവിടെ എ ബിയും ബി എയും ചേർത്ത് അടുത്തായിട്ട് ഞാൻ എ സി എന്ന് പറയുന്ന ഒരു എലമെന്റ് കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയാണെന്ന് കരുതുക. അപ്പൊ എ സിമെട്രിക് ആയതുകൊണ്ട് എ സി ഉൾപ്പെടുത്തിയാൽ എന്തുകൊണ്ട് ഉൾപ്പെടുത്തേണ്ടി വരും? സി എയും കൂടെ ഉൾപ്പെടുത്തേണ്ടി വരും. അപ്പൊ നമ്മുടെ റിലേഷൻ ഞാൻ മറ്റൊരു റിലേഷൻ R2 ആയിട്ട് എടുക്കുകയാണ്. അവിടെ എ ബി ബി സി സി എ ബി ബി എ
ACCA. ഇവിടെ ACCA കൂടെ ഞാൻ ചേർത്തപ്പോൾ നമുക്ക് AABBCC ഉണ്ട്, റിഫ്ലക്സീവ് ആണ്. AB ഉണ്ട്, BA ഉണ്ട്, AC ഉണ്ട്, CA ഉണ്ട്. തിരിച്ചിട്ടാൽ എലമെന്റ് വരുന്നതുകൊണ്ട് സിമെട്രിക് ആണ്. R2 സിമെട്രിക് ആണ്, റിഫ്ലക്സീവ് ആണ്. ട്രാൻസിറ്റീവ് ആണ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ BA AC രണ്ട് എലമെന്റ് ഇവിടെ ഉണ്ട്, BAയും AC. അപ്പൊ ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് എലമെന്റ് കൂടെ വേണ്ടി വരും? BC എന്ന് പറയുന്ന എലമെന്റ് വേണ്ടി വരും. പക്ഷെ BC ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് എന്തുകൂടെ ചേർക്കാം? BC കൂടെ എഴുതി ചേർക്കാം. അപ്പൊ BC കൂടെ എഴുതി ചേർത്താൽ തീർച്ചയായിട്ടും എന്ത് വേണം? സിമെട്രിക് ആയതുകൊണ്ട് CBയും കൂടെ നമുക്ക് വേണ്ടി വരും. അപ്പൊ നമുക്ക് അതുകൂടെ ഒന്ന് എഴുതി ചേർത്താൽ R2 എന്ന് പറയുന്ന റിലേഷൻ എങ്ങനെയായി തീരുമെന്ന് നോക്കാം. BC CA. BC CB. അപ്പൊ നോക്കി, ഈ R2 എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ ഇത് എന്ത് റിലേഷൻ ആയിരിക്കും? ഇവിടെ 3 എലമെന്റ്സ് ആണ്. അപ്പൊ ഒരു ഇക്വലൻസ് റിലേഷൻ അല്ലേ? 9 എലമെന്റ്സ് ഉള്ളതുകൊണ്ട് R2 എന്ത് റിലേഷൻ ആണ്? R2 ഈസ് an equivalence relation. കാരണം എന്താണ്? ഇവിടെ നമ്മൾ across എടുക്കാമെങ്കിൽ അതിലെ എല്ലാ എലമെന്റ്സ് യൂണിവേഴ്സൽ റിലേഷൻ ആണ്. അപ്പൊ ആ യൂണിവേഴ്സൽ റിലേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ R2 ഈസ് an equivalence relation. അപ്പൊ R2 എന്ന് പറഞ്ഞാൽ across ആണ്. ഇനിയും വേറെ മറ്റു വല്ല റിലേഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇക്വലൻസ് റിലേഷൻ ആകുന്നു. ഇപ്പൊ ഇവിടെ R2 എന്ന് പറഞ്ഞാൽ തന്നെ across ആണ്. ഇനി നമുക്കൊരു എലമെന്റ് കൂടി ഇവിടെ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. കാരണം across ആണ്, അതിൽ വലിയ സെറ്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഇവിടെ ഉൾപ്പെടുത്താവുന്ന രണ്ട് സെറ്റ് എന്ന് പറയുന്നത് R1 ഉം R2 ആണ്. ഈ R1 ഉം R2 ഇക്വലൻസ് റിലേഷൻ ആണ്. അപ്പൊ നമ്പർ ഓഫ് റിലേഷൻ റൈറ്റ് ഓൾ ഇക്വലൻസ് റിലേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ഓൾ ഇക്വലൻസ് റിലേഷൻ ഓൺ എ. സോ R1 ആൻഡ് R2 ആർ ദ റിക്വയർഡ് ഇക്വലൻസ് റിലേഷൻസ്. നമുക്ക് ആ ബി പാർട്ട് കൂടെ നോക്കാം. Write all equivalence relation on a containing AB എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ R1 ഞാൻ എഴുതുകയാണ്. R1 AABBCC വരെ എഴുതി കഴിയുമ്പോൾ റിഫ്ലക്സീവ് ആയി. അപ്പൊ അവർ പറഞ്ഞിരിക്കുന്ന AB കൂടെ ഉൾപ്പെടുത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. AB അത് ഇക്വലൻസ് റിലേഷനും ആകണം. AB ഉൾപ്പെടുത്തുകയും വേണമെങ്കിൽ AB ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയേ പറ്റുള്ളൂ? സിമെട്രിക് ആകണമെങ്കിൽ BA കൂടെ ഉൾപ്പെടുത്തിയാലേ പറ്റുകയുള്ളൂ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ ABയും BAയും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇക്വലൻസ് റിലേഷൻ ആകുകയുള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെയല്ലേ നോക്കി. റൈറ്റ് ഓൾ ഇക്വലൻസ് റിലേഷൻ ഓൺ എ കണ്ടെയ്നിങ്. ഇവിടെ AB എന്ന് പറഞ്ഞാൽ AB ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തും വേണം? BAയും വേണം. അപ്പോൾ ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യനോട് ഈക്വലായി. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ തന്നെയാണ് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനും ആൻസർ ആയിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? R1 എന്ന് പറഞ്ഞാൽ സെറ്റ് AA BB CC AB BA. R2 എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്ത AA BB CC AB BA AC CA BC CB. അതായത് ഇവിടെ R1 R2 എങ്ങനെ ഡിഫൈൻ ചെയ്തു അത് തന്നെ ഇവിടെ വരും. ക്വസ്റ്റ്യൻ ബി പാർട്ടിന് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത സി പാർട്ടിലേക്ക് വരാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് റിലേഷൻസ് കണ്ടെയ്നിങ് AB ആൻഡ് AC which are reflexive and symmetric but not transitive. എന്ന് പറഞ്ഞാൽ നമ്മൾ റിലേഷൻ കണ്ടുപിടിക്കണം. അതിനകത്ത് AB ഉണ്ടായിരിക്കണം, AC ഉണ്ടായിരിക്കണം, റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, പക്ഷെ ട്രാൻസിറ്റീവ് ആകരുത്. നോട്ട് ട്രാൻസിറ്റീവ് എന്നാണ് പറയുന്നത്. ഇപ്പൊ റിഫ്ലെക്സീവ് ആയതുകൊണ്ട് നമുക്ക് AA BB CC ചേർത്താൻ പറ്റത്തില്ല. പിന്നെ പറഞ്ഞിരിക്കുന്നത് AB AC വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
നമുക്കറിയാം ഇത് സിമെട്രിക് ആയിരിക്കണം ഉള്ളത് കൊണ്ട് എ ബി ഉണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കണം, ബി എ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എ സി ഉണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കണം, സി എ ഉണ്ടായിരിക്കണം, സിമെട്രിക് ആണ്. അപ്പൊ നമ്മൾ ഈ റിലേഷനിൽ ഞാൻ എ ബി ഉള്ളത് കൊണ്ട് ബി എയും കൂടെ ചേർത്തു, എ സി ഉള്ളത് കൊണ്ട് സി എയും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ ഈ റിലേഷൻ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ റിലേഷന് റിഫ്ലെക്സീവ് ആണ്. എ ബി ഉണ്ട്, ബി എ ഉണ്ട്, എ സി ഉണ്ട്, സി എയും ഉണ്ട്. അതുകൊണ്ട് സിമെട്രിക്കുമാണ്. ഇത് ട്രാൻസിറ്റീവ് ആണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഒരു എലമെന്റ് ഒന്ന് എടുത്തു നോക്കാം. എന്താണ് എലമെന്റ് നോക്കാം. ബി എ സി, ഈ രണ്ട് എലമെന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഈ രണ്ട് എലമെന്റ് എടുക്കുമ്പോൾ ബി എ സി ഉള്ളത് കൊണ്ട് ബി സി ഉണ്ടോ നമുക്ക് നോക്കാം. ഈ റിലേഷനകത്ത് ബി സി എവിടെയെങ്കിലും ഉണ്ടോ, ബി സി ഇല്ല. അപ്പൊ ബി സി ഇല്ലാത്തതിനാൽ നമുക്ക് എന്ത് പറയാം, ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. നോട്ട് ബിലോങ് ടു ആർ. അപ്പോൾ ഇത് ഈ ആർ എന്ന് പറയുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ബട്ട് നോട്ട് ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ ഇവിടെ ബി സിയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തുകയാണെന്ന് വിചാരിക്കുക. ബി സി ഇല്ലാത്തതുകൊണ്ടാണല്ലോ ട്രാൻസിറ്റീവ് അല്ലാതെ പോയത്. അപ്പൊ ബി സിയും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയാൽ സിമെട്രിക് ആയതുകൊണ്ട് സി ബിയും കൂടെ ഉൾപ്പെടുത്തേണ്ടി വരും. അപ്പൊ ഇപ്പൊ തന്നെ ഇവിടെ എത്ര എലമെന്റ് നോക്കാം, 1 2 3 4 5 6 7 ഉണ്ട്. അതിൻ്റെ കൂടെ ഈ രണ്ട് എലമെന്റും കൂടെ ചേർത്ത് കഴിയുമ്പോൾ മൊത്തം 9 എലമെന്റ് ആവും. 9 എലമെന്റ് എന്ന് പറയുമ്പോൾ ഇതെന്ത് റിലേഷൻ ആയി മാറും, യൂണിവേഴ്സൽ റിലേഷൻ അല്ലെങ്കിൽ എക്രോസ് എ ആയിട്ട് മാറും. അപ്പോൾ അത് ട്രാൻസിറ്റീവായി മാറും. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് ഇനിയും അധികം എലമെന്റ്സ് ഒന്നും ചേർക്കണ്ട. ഈ ആർ എന്ന് പറയുന്ന റിലേഷൻ വിച്ച് ഈസ് എ റിക്വയർഡ് റിലേഷൻ വിച്ച് ഈസ് റിഫ്ലെക്സീവ് ആൻഡ് സിമെട്രിക് ബട്ട് നോട്ട് എ ട്രാൻസിറ്റീവ്. സോ ആർ ഈസ് ദ റിക്വയർഡ് റിലേഷൻ which is reflexive and symmetric but not transitive. Question വായിച്ചു നോക്കാം. Show that the relation R is neither reflexive nor symmetric nor transitive where R is equal to set of ordered pair xy where 3x minus y is equal to 0 on the set A 1 2 3 etc. 14. പറഞ്ഞാൽ ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ്, ആ സെറ്റിലാണ് ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 1 2 3 etc. 14. ഇവിടെ എ എന്ന് പറയുന്ന 1 തൊട്ട് 14 വരെയുള്ള ആ നമ്പേഴ്സിന്റെ ഒരു സെറ്റാണ്. ഇതൊരു ഫൈനൈറ്റ് സെറ്റാണ്. ഫൈനൈറ്റ് സെറ്റ് നമുക്ക് ഇവിടെ 1 കറസ്പോണ്ടൻസ് വിത്ത് നാച്ചുറൽ നമ്പർ എന്ന് പറയാം. അത് തന്നെയല്ല 14 1 തുടങ്ങി 14 അവസാനിക്കുന്നത് ഫൈനൈറ്റ് സെറ്റാണ്. ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പർ ഇൻഫിനിറ്റ് സെറ്റാണ്. ആ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത് ഇൻഫിനിറ്റ് സെറ്റാണ്. അപ്പൊ ഈ എ എന്ന് പറയുന്ന സെറ്റിൽ എങ്ങനെയാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. ഓർഡേർഡ് പെയർ xy where 3x minus y is equal to 0. എന്താണ് ആ റിലേഷൻ? 3x minus y is equal to 0. That is 3x is equal to y. That is y is equal to 3x. പറഞ്ഞാൽ എക്സിന് ഏത് വാല്യൂ കൊടുക്കുന്നതിന്റെ 3 ടൈംസ് ആയിരിക്കും വൈയുടെ വാല്യൂ എന്ന് പറയാം. ഇപ്പൊ എക്സിനും വൈക്കും വാല്യൂ അക്സെപ്റ്റ് ചെയ്യുന്ന വാല്യൂസ് 1 to 14 ആണ്. അപ്പൊ നമുക്ക് ഈ റിലേഷനില് നമുക്ക് ഈ സെറ്റ് ബിൽഡർ ഫോമില് എഴുതി കഴിഞ്ഞാൽ ഒരു ഫൈനൈറ്റ് സെറ്റില് റിലേഷൻ നമ്മളിങ്ങനെ ഈ ഫോമിൽ എന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോമിലാണ്. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. ഈ ഫസ്റ്റ് ഇയർ പഠിച്ച ഈ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ റിലേഷനെ കുറിച്ചൊരു ഐഡിയ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിനെ നമുക്ക് റോസ്റ്റർ ഫോമിലേക്ക് അങ്ങ് മാറ്റാം. റോസ്റ്റർ ഫോം എന്ന് പറയുമ്പോൾ ഇവിടെ എക്സിന് 1 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുകയാണ്. അപ്പൊ 1 അതിന്റെ 3 മടങ്ങായിരിക്കും y എന്ന് പറയുമ്പോൾ എന്താണ് 1 3 ആകാം. 1 3 വരും. എക്സിന് 2 കൊടുക്കുമ്പോൾ 2 6 വരും. 3 കൊടുക്കുമ്പോൾ
39 വരും. 4 കൊടുക്കുമ്പോൾ 412 വരും. 5 കൊടുക്കാൻ പറ്റുമോ? കാരണം 5 കൊടുക്കുമ്പോൾ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ y എലമെന്റ് എന്ന് പറയുന്നത് 15 ആണ്. അത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ സെറ്റിംഗ്. അപ്പൊ നോക്കിയേ, ഈ സെറ്റ് ബിൽഡർ ഫോമിനെ നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റി. കാരണം ഇവിടെ ഫൈനൈറ്റ് സെറ്റിലാണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ റിലേഷൻ. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആയി ഇതിന്റെ എലിമെന്റ്സ് എങ്ങനെ വരുന്നത്. ഇനിയിപ്പോ നമുക്ക് ഈസി ആയിട്ട് പറയാൻ സാധിക്കുന്നത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ. ഇപ്പൊ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? റിഫ്ലെക്സിവിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. റിഫ്ലെക്സിവിറ്റി ഏതൊരു എലമെന്റും അതിനോട് തന്നെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ 1 എടുക്കാം. 1 ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് ഒരു റിഫ്ലെക്സിവിറ്റി ഇല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ ഒറ്റ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി. കൗണ്ടർ എക്സാമ്പിൾ എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. ഇപ്പൊ 1 നോട്ട് ബിലോങ് ടു ആർ, നോട്ട് ബിലോങ് ടു ആർ. ആറിലില്ല 1. സോ ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. അപ്പൊ ആറ് റിഫ്ലെക്സീവ് അല്ലെന്ന് മനസ്സിലായി. ഇനി നമുക്ക് സിമെട്രി നോക്കാം. എന്താണ് സിമെട്രി എന്ന് പറഞ്ഞാൽ? എ ബി എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ഉണ്ടെങ്കിൽ, എ ബി എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ഉണ്ടെങ്കിൽ ബി എ ഉണ്ടായിരിക്കും. നമുക്കിവിടെ നോക്കാം. 1 3 ഉണ്ട്. 1 3 belongs to R, but 3 1 is not here. 3 1 is not belong to R. അപ്പോൾ ഇത് നമുക്ക് പറയാൻ സാധിക്കും R is not symmetric. ഇനി നമുക്ക് ട്രാൻസിറ്റിവിറ്റിയും കൂടെ ഒന്ന് നോക്കാം. എന്താണ് ട്രാൻസിറ്റിവിറ്റി? എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എ സി ഉണ്ടായിരിക്കണം. നമുക്ക് ഇവിടെ നോക്കാം. 1 3 3 9 belongs to R. ഈ 1 3 3 9 R എന്ന് പറഞ്ഞ റിലേഷനിലുണ്ട്. അപ്പോൾ 1 9 ഇവിടെ ഉണ്ടോ എന്ന് നോക്കി. 1 9 ഇവിടെ ഇല്ല. ബട്ട് 1 9 നോട്ട് ബിലോങ് ടു R. അപ്പൊ എന്ത് പറയാൻ സാധിക്കും? R is not transitive. അപ്പൊ ഇതുപോലെ സെറ്റ് ബിൽഡർ ഫോമില് ഫൈനൈറ്റ് സെറ്റില് ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിലേഷൻ ഫൈനൈറ്റ് നമുക്ക് ഒരു സെറ്റ് ബിൽഡർ ഫോമിലാണ് അതിനെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റിയാൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലുള്ള ആൻസർ എഴുതി തീർക്കാൻ സാധിക്കും.